നിരാശയുടെ പടുകുഴിയിലാണെന്ന് തോന്നുന്നു. ഏ ആരാ? മനസ്സിലായില്ല. ജീവിതത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട് വിഷമിക്കുന്ന ഒരു പാവമാണ് ഞാൻ. നിങ്ങൾ ഏത് ദുഃഖത്തിൻ്റെ പടുകുഴിയിലാണ്? പറയൂ. വട്ടാണെന്ന് തോന്നുന്നു. ഏതോ കുഴിയിൽ വീണ് വട്ട് പിടിച്ചതാവും. എന്നെ പറ്റിയുള്ള സംശയത്തിൻ്റെ പടുകുഴിയിലാണല്ലേ? നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പടുകുഴി കാട്ടിത്തരൂ, ഞാനത് പരിഹരിച്ചു തരാം. ഞങ്ങളുടെ പ്രശ്നം പോട്ടെ, ആദ്യം ഒരു സംശയം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഈ പടുകുഴിന്ന് എപ്പോഴും പറയണത് എന്തിനാ? അതെൻ്റെ ഒരു ശീലമായിപ്പോയി. ഞാൻ ആ ശീലത്തിൻ്റെ പടുകുഴിയിൽ വീണു. ദേ പിന്നെയും പടുകുഴി. വേഗം സങ്കടം പറയൂ, എനിക്ക് പരിഹരിക്കണം. ചേടാ, ആദ്യം ചേട്ടനെ ആരെങ്കിലും രക്ഷിച്ച് കാണിക്കുക, അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രശ്നം പറയാം. ദാ ഒരുത്തം വരുന്നുണ്ട്. നിൽക്കൂ, കണ്ടാലേ അറിയാം നീ വിശപ്പിൻ്റെ പടുകുഴിയിലാണെന്ന്. താൻ ആരാ? നിന്നെ ഞാൻ സങ്കടങ്ങളുടെ പടുകുഴിയിൽ നിന്നും പിടിച്ചു കയറ്റാം. എനിക്ക് വേറെ പണിയുണ്ട്. നിൽക്കൂ, എൻ്റെ വാക്കുകളെ അവഗണനയുടെ പടുകുഴിയിൽ തള്ളരുത്. ഇങ്ങേർക്കെന്താ കുഴിയുണ്ടാക്കലാണോ ജോലി? ഒന്ന് പോടോ. പറയുന്നത് കേൾക്കൂ. ഇങ്ങനെ പോയാൽ വിധിയുടെ പടുകുഴിയിൽ നീ വീഴും. നിന്റെ പാതയിൽ ചതിയുടെ പടുകുഴികളുണ്ട്, എനിക്കറിയാം. ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലല്ലേ? ഈയോ. അവസാനം പറഞ്ഞതേ ഈ പടുകുഴിനെ പറ്റിയാ.